വീണ്ടും വാർത്തയിലേക്ക്. വയനാട് ഡിസിസി ട്രഷററുടെയും മകന്റെയും മരണത്തിൽ പ്രതിഷേധത്തിന് സിപിഎം IC ബാലകൃഷ്ണൻ MLAയുടെ ഓഫീസിലേക്ക് ഇന്ന് സിപിഎമ്മും ഡിവൈഎഫ്ഐയും മാർച്ച് നടത്തും. അതേസമയം വ്യാജരേഖ പ്രചരണത്തിൽ IC ബാലകൃഷ്ണൻ MLA പോലീസിൽ ഇന്ന് പരാതി നൽകും. MS അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഒരു കരാർ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഇന്നലെ IC ബാലകൃഷ്ണൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ഇത് ആദ്യമായല്ല ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന ഉറച്ച നിലപാടിൽ ഇടതുപക്ഷവും മുന്നോട്ട് പോകുന്നു. എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാനുള്ളത്? അശ്വതി, BJPയും CPMും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് വയനാട് ജില്ലയിലെ പല സഹകരണ സ്ഥാപനങ്ങളിലും ഭരണത്തിലുള്ളത് കോൺഗ്രസുമാണ്. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വ്യാപകമായി അഴിമതി നടക്കുന്നു എന്ന ആരോപണമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ഈ കോൺഗ്രസ് നേതാക്കൾ സ്വന്തമാക്കുന്നു. ഇത്തരം സ്വന്തമാക്കിയതിന്റെ ഒരു പരിണത ഫലമാണ് ഈ NM വിജയന്റെയും മകന്റെയും മരണത്തിലേക്ക് നയിച്ച സംഭവവാസങ്ങൾ ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. ഈ സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടും ഇതുപോലെ കോടികളുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നു. പലരും 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ഒക്കെ ജോലിക്കായി കൊടുത്തിരുന്നു. എന്നാൽ ആ പണം തിരികെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ജോലിയും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പരാതിക്കാർ നേരിട്ട് രംഗത്ത് ഇപ്പോൾ വരുന്നില്ലെങ്കിൽ പോലും തങ്ങളുടെ അടുത്ത് ഈ പരാതിക്കാർ എത്തുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ കൈക്കൂലി നൽകുന്നതും വാങ്ങുന്നതും ഒക്കെ ഒരേപോലെ കുറ്റമാണ്. അതുകൊണ്ട് നൽകിയതെന്ന് വെളിപ്പെടുത്താനോ അങ്ങനെ പരാതി കൊടുത്താലോ അവർക്കെതിരെ കേസ് വരാനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം ഈ നിയമ നടപടികളിലേക്ക് അനിശ്ചിതമായി നീങ്ങിയാൽ പിന്നീട് ഈ പണം ലഭിക്കാതിരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം മുന്നിലുണ്ട്. അതുകൊണ്ട് വലിയ തുകകളാണ് പലരും കൊടുത്തിരിക്കുന്നത്. ആ പണം തിരിച്ചു കിട്ടുക എന്നതാണ് തങ്ങളുടെ പ്രധാന കാര്യമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും IC ബാലകൃഷ്ണൻ MLAയുടെ പേര് കൂടി പരാമർശിച്ചാണ് ഈ NM വിജയനും ഒപ്പം മറ്റൊരു പരാതിക്കാരനായ അല്ലെങ്കിൽ പണം നൽകിയിട്ടും ജോലി ലഭിക്കാതെ വന്ന പീറ്റർ എന്ന ഒരു വിരമിച്ച അധ്യാപകനും തമ്മിലുള്ള കരാർ പുറത്തു വന്നത്. പക്ഷേ ഈ കരാറുമായി തനിക്കൊരു ബന്ധവുമില്ല. നേരത്തെയും ഈ കരാറ് പുറത്തിറങ്ങിയതാണ്. കോൺഗ്രസിന് ഉള്ളിലുള്ള ആളുകളുടെ ഒരു പങ്ക് പോലും ഈ കരാറിലുണ്ടോ എന്ന സംശയവും IC ബാലകൃഷ്ണൻ MLA ഇന്നലെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇതിനെതിരെ ജില്ലാ പോലീസ് ഇന്ന് പരാതി നൽകുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് ഇന്ന് DYFയും CPMും ഒരുങ്ങുന്നത്. വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. BJPയും സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെച്ച് ഇക്കാര്യത്തിൽ അന്വേഷണം തേടണം എന്നാണ് അവർ പറയുന്നത്. ഒപ്പം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് IC ബാലകൃഷ്ണനെതിരെ കേസെടുക്കണം എന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അശ്വതി.